ജിത്തോട്ടം വന്നു കഴിഞ്ഞാലേ എല്ലാ പ്രാവശ്യവും ഉള്ളതാണ് ഈ ഒരു വിസിറ്റ് എടത്തിക്കണ്ടി അമ്മേൻ്റെ അടുത്തേക്ക്. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി വൈകുന്നേരം ആട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത്. അമ്പലത്തിലെത്തിക്കഴിഞ്ഞപ്പോഴേ അപ്പുട്ടനാണെങ്കിൽ അടങ്ങി നിൽക്കുന്നേ ഇല്ല. ഓനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക. അപ്പം ഞാനിങ്ങനെ അപ്പുട്ടനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇനി എടത്തിക്കണ്ടി തരാം കഴിഞ്ഞ പ്രാവശ്യത്തിൽ അതിൻ്റെ മുന്നത്തെ പ്രാവശ്യത്തെ. അപ്പം ഞാൻ ചിന്തിച്ചിനെ എന്തിനാ ഈ ഏച്ചിമാരൊക്കെ കുട്ടികളെ അങ്ങനെ പിടിച്ചു വെക്കുന്നത്, ഒരങ്ങോട്ട് കളിക്കാൻ വിട്ടൂടെ. ഇപ്പോഴാണ് നമുക്ക് അനുഭവത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാം പഠിക്കുക. എന്തായാലും ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജ് കൂടിയാട്ടോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓനെ എടുത്തുകൊണ്ട് വരും, ഓൻ അങ്ങോട്ട് തന്നെ പോകും. പിന്നെ ആണെങ്കിൽ അവിടേക്ക് അങ്ങനെ കല്ലായതുകൊണ്ട് എനിക്ക് വീഴൊന്നും പേടിയാവുക. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് അവിടെ നിന്ന് കൊണ്ട് കളിച്ചോട്ടെ. എവിടെ ഓൻ കളിക്കും, ഓൻ എന്തെങ്കിലും പറ്റിക്കും. അങ്ങനെ ഇതാ അവിടെ ഒരു ചുറ്റുവിളക്കൊക്കെ ഉണ്ടായിന് കേട്ടോ അന്ന്. അങ്ങനെ ഞങ്ങൾ ചുറ്റുവിളക്കൊക്കെ കത്തിച്ച് കറക്റ്റ് ശ്രീനേച്ചിനും വല്യമ്മനെയൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടേ ഇല്ല കേട്ടോ. എന്താ അറിയില്ല, ആവശ്യമുള്ളതൊന്നും ഞാൻ വീഡിയോയിൽ എടുക്കില്ല. ശ്രീനേച്ചി ഞങ്ങൾക്ക് നല്ല ഫുഡും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി വിളക്കൊക്കെ കത്തിച്ച് വരുമ്പോഴേക്കും ഒന്നും തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യണേ.